കടുത്ത തോൽവിയുടെ ആഘാതത്തിൽ നിന്ന് കരകയറാനുള്ള വഴി തേടുകയാണ് CPIM. എവിടെ പിഴച്ചു എന്നത് കീഴ്ഘടകങ്ങൾ മുതലുള്ള കീറിയുള്ള പരിശോധന ഇതിനോടകം പാർട്ടി നടത്തി. അങ്ങനെയാണ് വീഴ്ച പറ്റിയ കാരണങ്ങൾ പാർട്ടി ഇപ്പോൾ തുറന്നു പറയുന്നത്. തെറ്റുതിരുത്തൽ എങ്ങനെ വേണമെന്ന് തീരുമാനിക്കാൻ വരും ദിവസങ്ങളിൽ നിർണായക യോഗങ്ങളിലേക്ക് പാർട്ടി കടക്കും. എന്നാൽ തലപ്പത്താണ് വീഴ്ചയെന്ന കീഴ്ഘടകങ്ങളിലെ വിമർശനങ്ങൾക്ക് പാർട്ടി എത്രമാത്രം മുഖം കൊടുക്കുമെന്നാണ് കണ്ടറിയേണ്ടത്. PR സുനിലാണ് ചേരുന്ന വിശദാംശങ്ങളുമായി. സുനിൽ, MA ബേബിയുടെ പ്രതികരണം നോക്കൂ. അത് നേതൃത്വത്തിനെതിരെയാണ്, പാർട്ടി സംസ്ഥാന നേതൃത്വത്തിനെതിരെയാണ്. ഔചിത്യം കാണിച്ചില്ല എന്നതുൾപ്പെടെ ജനറൽ സെക്രട്ടറി തന്നെ വിമർശിക്കുന്നുണ്ട്. താഴെത്തട്ടിൽ നിന്നുള്ള വിമർശനങ്ങൾ ഉയരുന്നതും നേതൃത്വത്തിനെതിരെയാണ്. ജില്ലാ കമ്മിറ്റികൾ മാത്രം എടുത്ത തീരുമാനമല്ലല്ലോ, സംസ്ഥാന നേതൃത്വം കൂടി അറിഞ്ഞെടുത്ത തീരുമാനമാണ്. അപ്പോൾ ഇനി തെറ്റുതിരുത്തൽ പ്രക്രിയ എങ്ങനെയാണ്, തിരിച്ചു വരുമെന്ന് പറയുമ്പോൾ പോലും അതെങ്ങനെയായിരിക്കും എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. നേതൃമാറ്റത്തിലേക്ക് കാര്യങ്ങൾ എത്താനിടയുണ്ടോ ഈ ഘട്ടത്തിൽ PR സുനിൽ? പിന്നീട് നേതൃമാറ്റം എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകളിലേക്കൊന്നും തന്നെ CPM ഉടൻ പോകാനുള്ള സാധ്യതയില്ല. അതിന് CPMന് അതിൻ്റെതായിട്ടുള്ള നടപടിക്രമങ്ങളുണ്ട്. സമ്മേളനങ്ങളിലാണ് അത്തരം തീരുമാനങ്ങൾ ഉണ്ടാവുക. അതല്ലാതെ പെട്ടെന്ന് നേതൃമാറ്റം ഉണ്ടാക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും നേതാക്കളെ മാറ്റുക, അത്തരമൊരു അടിയന്തര സാഹചര്യം ഉണ്ടാകില്ല. പക്ഷേ ഈ വിഷയങ്ങളിലൊക്കെ തന്നെ വളരെ വിശദമായ ചർച്ചകൾ നടക്കും. ആ ചർച്ചകൾക്ക് കേന്ദ്ര കമ്മിറ്റിയും അതുപോലെ തന്നെ സംസ്ഥാന കമ്മിറ്റിയും ഒക്കെ തന്നെ മറുപടി നൽകുകയും അത് വിശദമായ പരിശോധനയ്ക്ക് വെക്കുകയും ചെയ്യും. ഏതായാലും പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി, ഒപ്പം തന്നെ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായ P രാജീവ് ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ തന്നെ ഈ കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറായിരിക്കുന്നു എന്നതാണ്. അതായത് പാർട്ടിക്ക് പറ്റിയ പിഴവുകൾ അഡ്മിറ്റ് ചെയ്തുകൊണ്ട് ഇന്ന പിഴവുകൾ പറ്റിയിട്ടുണ്ട്, അക്കാര്യങ്ങളിൽ പരിശോധനകളിൽ പിഴവുകൾ പറ്റി, അക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതിൽ പിഴവ് പറ്റി എന്നത് തുറന്നു പറയാൻ തയ്യാറായിരിക്കുന്നു എന്നത് CPMനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നേതാക്കളുടെ കാര്യത്തിലായിക്കോട്ടെ, സംസ്ഥാന നേതൃത്വത്തിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, എടുത്ത തീരുമാനങ്ങളിലായിക്കോട്ടെ, സ്ഥാനാർത്ഥി നിർണയത്തിലായിക്കോട്ടെ, പാർട്ടി നേതാക്കളുടെ ശൈലിയിലായിക്കോട്ടെ, മുദ്രാവാക്യങ്ങളിലായിക്കോട്ടെ, ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ പാർട്ടി സ്വീകരിച്ച കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തടക്കം എടുത്തിട്ടുള്ള പല തീരുമാനങ്ങളിലും പോരായ്മകൾ ഉണ്ടായി എന്നത് പാർട്ടി ജനറൽ സെക്രട്ടറി തന്നെ ചൂണ്ടിക്കാണിക്കുകയാണ്. ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ ജനങ്ങൾക്കുണ്ടായ സംശയം ദൂരീകരിക്കാൻ സാധിച്ചില്ല എന്നതാണ്. അപ്പോൾ ജനങ്ങൾക്കൊപ്പമാണ് പാർട്ടി നേതാക്കൾ എന്ന തോന്നൽ പാർട്ടി നേതാക്കൾക്ക് കൂടി ഉണ്ടാകണം, അത് ജനങ്ങൾക്കും ഉണ്ടാകണം. ജനങ്ങളാണ് പ്രധാനപ്പെട്ടത്, ജനങ്ങളാണ് അവരെ ആ സ്ഥാനത്ത് ഇരുത്തിയിരിക്കുന്നത് എന്ന തോന്നൽ ഓരോ നേതാക്കൾക്കും ഉണ്ടായിരിക്കണം. ജനങ്ങളുടെ പിന്തുണയില്ല എങ്കിൽ നേതാവ് എന്നതിന് ഒരു പ്രസക്തിയുമില്ല എന്ന് MA ബേബി ചൂണ്ടിക്കാണിക്കുകയാണ്. EMSൻ്റെയും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കളുടെയും ഒക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള മുൻകാലങ്ങളിലെ പ്രതികരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് MA ബേബി ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ ശക്തമായി വിമർശനം ഉന്നയിക്കുന്നത്. അത് കണ്ണൂരിലെ സാഹചര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, സംസ്ഥാന തലത്തിലെ സാഹചര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അധികാരമോഹം ചില നേതാക്കൾക്കുണ്ട് എന്ന തരത്തിലുള്ള വിമർശനവും MA ബേബി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെയാണ് P രാജീവിൻ്റെ പ്രതികരണങ്ങളിലുമൊക്കെ തന്നെ പറ്റിയ അബദ്ധങ്ങൾ, പറ്റിയ പിഴവുകളൊക്കെ തന്നെ ഏറ്റുപറയുന്നത്. ഇത് CPMനെ സംബന്ധിച്ച് എങ്ങനെയായിരിക്കും പാർട്ടി അണികൾ, നേതാക്കൾ, പ്രവർത്തകർ ഒക്കെ തന്നെ ഉൾക്കൊള്ളുക എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്. ഏതായാലും വിശാലമായ ചർച്ചകൾ നടക്കുന്നുണ്ട്, തെറ്റുകൾ ഏറ്റുപറയുന്നുണ്ട്. അതിനി തിരുത്തി ഏത് രീതിയിൽ പാർട്ടിക്ക് മുന്നോട്ട് പോകാനാകും എന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. അതാണ് ഏതായാലും തുറന്നു പറയുന്നു നേതാക്കളൊക്കെ തന്നെയും എവിടെ വീഴ്ച സംഭവിച്ചു എന്നത്. ഇനി തെറ്റുതിരുത്തൽ പ്രക്രിയ ഏത് രീതിയിലായിരിക്കും എന്നത് കൂടി ആലോചനകൾക്ക് ശേഷം തീരുമാനമാകും. ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തിരിച്ചുവരാം എന്ന് തന്നെയാണ് CPM നേതാക്കൾ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്.